പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത അവസരമല്ലേ നിങ്ങള്? അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട് വിളി, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണറെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്. ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം. അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാതില് തുറന്നൊരു വാല് ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം ₹1 എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദയെങ്കിൽ പണിക്കരും മര്യാദ, പെശക പണിക്കരും മഹാപെശകം. ചുമ്മാതല്ലോ, മാസാമാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തികയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. സ്വമേധം ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പിടിച്ചെടുത്ത് ഗേറ്റ് പൊട്ടും.